സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതമാണെന്ന് തോന്നുന്നു? ഗേൾസിന് പുറത്തിറങ്ങാൻ സേഫ് അല്ലായിട്ടാണ് തോന്നുന്നുള്ളത്. കുഞ്ഞും കിടക്കാത്ത വസ്ത്രം പോലും അവർ കാണുന്നു. 98% വോയിസ് നന്നായാൽ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണയും സ്ത്രീ സുരക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നി? ഇപ്പൊ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നിന്നെ കാണാൻ പോലെ ഒരു കോട്ട കൊണ്ടിട്ടുള്ള നമുക്ക് കണ്ട പെട്ടെന്ന് മനസ്സിലാവും. 2-3 പെൺപിള്ളേരായിട്ടൊക്കെ ചേർന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കുറച്ചൊരു ടൈം കൊണ്ടേ ഇത് മാറുള്ളൂ, അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം ചെയ്തത് കൊണ്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ്, വെൽക്കം ടു DP സൗത്ത് സ്റ്റോറി. വിഴിഞ്ഞൻ സീപോർട്ട്, മോണോറെയിൽ, ടെക്നോസിറ്റി, അങ്ങനെ അതിവേഗം വളരുന്ന തിരുവനന്തപുരം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വന്ന് സെറ്റിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ ഡെവലപ്പിംഗ് ഫേസിൽ നമ്മുടെ തിരുവനന്തപുരം സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ്? ഇതിന്റെ ഒരു പബ്ലിക് പെർസ്പെക്റ്റീവ് നമുക്കറിഞ്ഞാലോ? ലെറ്റ്സ് ഗോ. ട്രിവാൻഡ്രം സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതമായിട്ട് തോന്നിയിട്ടുണ്ട്? 70% കൊടുക്കുക. 70%. 30% എന്തുകൊണ്ടാണ് സേഫ് ആയിട്ട് തോന്നുന്നത്? ഒരുപാട് ട്രാപ്പുണ്ട്. കാരണം ഈ എസ്പെഷ്യലി മയക്കുമരുന്ന്, ഈ മയക്കുമരുന്ന് ലോബി എന്ന് പറയുന്നത് മുൻകാലങ്ങളിലെക്കാളും കലാലയങ്ങളിലും സ്കൂളുകളിലും വളരെയധികം കടന്ന് കയറിയിട്ടുണ്ട്. ഈ കുട്ടികളെ എസ്പെഷ്യലി സ്കൂൾ കുട്ടികളെ അവർ ഇതിൻ്റെ ട്രാപ്പിലാക്കിയിട്ട് അവർ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ മയക്കുമരുന്നെന്ന ഇതുപോലും കേട്ടിട്ടില്ല. ഇപ്പം മോറാർലെസ് അങ്ങ് വളരെയധികം എസ്പെഷ്യലി കൊച്ചു കുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് ആദ്യം ഒന്ന് ഒരു ജ്യൂസിലോ ഏതെങ്കിലും അല്പം കൊടുത്തിട്ട് പിന്നെ അവർക്ക് അതിന് അഡിക്റ്റ് ആവും. നമ്മൾ ഏതെങ്കിലും മിഠായി കൊടുക്കും പോലെയുള്ളതാണ്, അഡിക്റ്റ് ആവും. എന്നിട്ട് അവരെ തന്നെ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ കാരിയേഴ്സായിട്ട് മാറ്റുന്നു. അവരുടെ ഭാവി പോകുന്നുണ്ട്. അടുത്ത കാലത്ത് ഞാൻ കോഴിക്കോട് ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ട്, അതും ഇതുപോലെയാണ്. അവരെ കൂട്ടുകാരി വിളിച്ചുകൊണ്ട് പോകും, ജ്യൂസോ ഏതെങ്കിലും കൊടുക്കും, അഡിക്റ്റ് ആവുന്നു, പിന്നെ അവരെ കാരിയേഴ്സ് ആവുന്നു. ആ രീതിയിൽ പെൺകുട്ടികളെ അങ്ങ് ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അവരെ ഭാവി നശിപ്പിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തും എസ്പെഷ്യലി ഞാൻ ഈ പരിസരത്ത് തന്നെ, ഞാൻ പറയുന്നില്ല, ഈ പരിസരങ്ങളിൽ തന്നെ നിങ്ങൾ ഒരു രാത്രി 9 മണിക്ക് 8 മണിക്ക് ശേഷമൊക്കെ വന്ന് നോക്കിയാൽ ഈ കനകക്കുന്നിൻ്റെ ഭാഗത്ത് കാണാം. അവിടെ മയക്കുമരുന്നല്ല, അതിന് അഡിക്റ്റായ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മ്യൂസിയത്തിൽ കാണാം, മാനവീയത്തിൽ കാണാം. അവിടെ അടുത്ത കാലത്ത് പോലീസിനെ അവർ 2 ഗ്യാങ് തമ്മിൽ അടിയുണ്ടായില്ലേ. ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. പിന്നെ ഇതിനെതിരെ നമ്മൾ വേണ്ടപ്പെട്ട അധികാരികൾ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. 98% എനിക്ക് സേഫ്റ്റി തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. 98%. 80% സേഫാണ്. ഈ 20% എന്തുകൊണ്ട് സേഫ് അല്ലെന്ന് തോന്നിയിട്ടുള്ളത്? അത് എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. പൊതുവെ ആൾക്കാർ അങ്ങനെ ഈ മുന്നിട്ടിറങ്ങുന്നതിനുള്ളൊരു ധൈര്യമില്ലാത്ത ഒത്തിരി പെൺകുട്ടികളുണ്ട്. പുറത്തിറങ്ങിയാലും നടക്കാനും അങ്ങനെ ഫ്രീ ആയിട്ട്. പിന്നെ വീട്ടുകാരുടെ ഒരു പ്രശ്നമുണ്ട്. ബോൾഡായിട്ട് ഇറങ്ങിയാൽ വലിയൊരു പ്രശ്നമുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ കാലത്തേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് സ്ത്രീകൾക്കിപ്പോൾ. പക്ഷേ ഇത് പോരാ, ഇതിനേക്കാൾ കൂടുതൽ സുരക്ഷിതരാകേണ്ട, ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് ജീവിക്കാനും രാത്രിയും പകലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും കഴിയുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടാകേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഈ കേരളത്തിലത് കൂടുതലാണെങ്കിലും ഇത് പോരാ. പുതിയ തലമുറ അതിനുവേണ്ടിയുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഗ്രാമങ്ങളിൽ ഇന്നും ഒരുപക്ഷെ പകൽ പോലും സഞ്ചരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. നഗരത്തിലും ഒറ്റപ്പെട്ട ഉണ്ടായിട്ടുണ്ട്, വാർത്തകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. സ്ത്രീകളുടെ മറ്റ് ആക്രമണങ്ങളൊക്കെ നേരിടുന്ന സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ടതാണെങ്കിലും മഹാഭൂരിപക്ഷം പേരും വളരെ സുരക്ഷിതരായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾ ഈ നഗരങ്ങളിലുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിൽ അതിന് ഇന്നും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എങ്കിലും നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മികച്ചതാണ്. ഒരു 25%. 25%. അതെന്താ ബാക്കി എന്തുകൊണ്ടാണ് സേഫ് അല്ലാന്ന് തോന്നിയിട്ടുള്ളത്? സേഫ് അല്ലാന്ന് തോന്നുന്നത് ഇപ്പം ഒരു 7 മണി 8 മണിക്ക് ശേഷം പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് വീട്ടുകാർക്ക് ഇപ്പോഴും ഒരു ധൈര്യക്കുറവില്ല. അത് തന്നെയാണ് റീസൺ. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടോ ഒരു ആൺകുട്ടിയോ പിന്നെ 2-3 പെൺപിള്ളേരായിട്ടൊക്കെ ചേർന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ആസ് എ ഹോൾ. പക്ഷേ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. തമ്പാനൂർ, ഈസ്റ്റ് ഫോർട്ട് ആ ഭാഗങ്ങളിലൊന്നും 8 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും സേഫാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല.
പിന്നെ ഇപ്പം പോലീസിൻ്റെ സേവനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡയൽ ചെയ്യുമ്പോഴൊക്കെ അടുത്തെത്തുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു പ്രോബബിലിറ്റി പറയാം. പക്ഷെ എന്നാലും ഒരു 6-7 മണിക്ക് ശേഷം ഇറങ്ങി നടക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഫ്രണ്ട്സ് ഉള്ളവർ ഇറങ്ങി നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്ത്രീകൾ പ്രത്യേകിച്ച് നല്ല ധൈര്യശാലികളാണ്. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് രീതിയിൽ അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ കേരള പോലീസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇനി അതുപോലെ വനിതാ പോലീസിൻ്റെ ഹെൽപ്പ് ലൈനുണ്ട്. നമുക്ക് ഞങ്ങളുടെ എല്ലാ വയ്ക്കാറുള്ള സ്ത്രീകളിലൊക്കെ ഹെൽപ്പ് ലൈനുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകട പ്രതിസന്ധിയിൽ വന്നാൽ ഞങ്ങൾ അവരെ വിളിക്കുന്നുണ്ട്. അവരത് കെയർ ചെയ്ത് നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഒരു സജഷൻ പറയാവോ വുമൻ സേഫ്റ്റി ഇച്ചിരിയും കൂടി കൂട്ടാൻ ട്രിവാൻഡ്രത്ത്? ഇതൊക്കെ കുറച്ച് ഒരു ടൈം കൊണ്ടേ ഇത് മാറുള്ളൂ, അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം ചെയ്തത് കൊണ്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. സ്ത്രീകൾ സ്വയം രംഗത്ത് വരേണ്ടതുണ്ട്. അതിന് ഞാൻ പ്രതീക്ഷയോടെ കാണുന്നത് പുതിയ തലമുറയാണ്. ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ കുറേ കൂടി ബോൾഡാണ് ഇക്കാര്യത്തിൽ. അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും രാത്രി പോലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസിക മനക്കരുത്ത് നേടിയെടുത്തവരാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം ആരെങ്കിലും കുറേ പേര് ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയാലേ ആ മാറ്റം ഉണ്ടാകും. പക്ഷേ ഇറങ്ങുമ്പോൾ ആ പുതിയ തലമുറയിലെ കുട്ടികളുടെ വീട്ടിലുള്ള പഴയ തലമുറയിൽപ്പെട്ടവർ തന്നെയാണ് തടയുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഉള്ള സാഹചര്യം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ 12 മണിക്ക് ശേഷം രാത്രി വന്നു, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ. അപ്പോൾ ഞാൻ രാവിലെ അവരെ വഴക്ക് പറയുകയാണ് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ഈ രാത്രി പകല് പോലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളിടത്ത് ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ വരുന്ന ചില ഭവിഷ്യത്തുകളുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം മാത്രം പോരാ, നമ്മുടെ സാഹചര്യങ്ങളും കൂടെ മാറ്റിയെടുക്കാൻ പുരുഷന്മാരുടെയും കൂടെ സഹായം ആവശ്യമാണ് ഈ കാര്യത്തിൽ. ബോയ്സ് നന്നായാൽ തന്നെ എല്ലാം നന്നാവും. ബോയ്സ് നന്നാവണം. ബോയ്സ് മാത്രമല്ല ഗേൾസ് നന്നാവണം. ഗേൾസും ശരിയല്ല, ചില ഗേൾസ് ശരിയല്ല. അപ്പം ബോയ്സ് ആയാലും എല്ലാ കാണുന്ന എല്ലാവരും സിസ്റ്റേഴ്സിനെ പോലെ കരുതിയാൽ തന്നെ പകുതി റേപ്പും അത് ഇതൊക്കെ കുറയും. ഗേൾസും അതുപോലെ തന്നെ മര്യാദയ്ക്ക് നടന്നെല്ലാം പകുതിയും കുറയും. ഓക്കെ. ഈ സ്ത്രീകളുടെ വസ്ത്രധാരണയും സുരക്ഷിതത്വം തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുമായിട്ടൊരു ബന്ധമല്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അവരെ ഡ്രസ്സിങ് മറ്റുള്ളവരെ അതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിപ്പം ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ട് അവർക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവളത് പുറത്തിട്ടുകൊണ്ട് നടക്കുന്നത്. അത് കണ്ടിട്ട് അത് ഇഷ്ടമല്ല എന്ന് വേറൊരാൾക്ക് തോന്നുമ്പോൾ അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അയാളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം എന്ത് ഡ്രസ്സും ഇപ്പം സാരി ഉടുത്തുകൊണ്ട് പോയാലും പെൺകുട്ടികളെ നോക്കാറുണ്ട്. ഇപ്പം ബസ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് തക്കം കിട്ടുവാണെങ്കിൽ തൊടാറുമുണ്ട്. അത് തന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് പോയാലും അത് തന്നെയാണ് ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് പോയാലും. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ ബുദ്ധിമുട്ടാണ്. അവരവർ ഏത് ഡ്രസ്സിൽ കംഫർട്ടബിൾ ആണോ അവർക്കതിടാം. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഹാഫ് സാരി എന്താണെന്നോ വലിയ പാവട എന്താണെന്നോ അതൊക്കെ ഹാഫ് സാരി ഇപ്പോൾ ഫാഷനായിട്ടാണ് വരുന്നത്. അവരുടെ വസ്ത്രധാരണം തന്നെ ഇപ്പോൾ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നിന്നെ കാണാൻ പോലെ. ഒരു കോട്ടം കൊണ്ടിട്ടെന്നാൽ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ പാർക്കിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ പെണ്ണാണോ ആണോന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ ഒരു പേരുണ്ട്. കാരണം വെച്ചാൽ ഈ വസ്ത്രധാരണത്തിലൂടെയാണ് ഇവിടെ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടാവുന്നത്. സത്യം ഈ വസ്ത്രധാരണത്തിലാണ്. അല്ലാതെ നമ്മൾ ഈ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല അമേരിക്ക പോലത്തുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കട്ട് അവിടെ പീഡനം എന്നുള്ള സാധനമേ ഇല്ല. അവർക്ക് വസ്ത്രമില്ല, അവർ എല്ലാം ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ഡെയിലി കാണുകയില്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു ഇതില്ല. ഇവിടെ ഈ പിള്ളേർ ഇത്രയില്ലാത്തൊരു പാവട കൊടുക്കുമ്പോൾ അവർക്ക് അപൂർവമായിട്ട് അവർ നോക്കി അങ്ങനെ ആ പയ്യന്മാർക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടായാണ് ഇങ്ങനെ ഈ പീഡനത്തിലോട്ടൊക്കെ അവർ പോകുന്നത്. പുതിയ കൾച്ചർ ബന്ധമുണ്ട്. പുതിയ കൾച്ചറിൽ ഡ്രസ്സിംഗ് ആണോ? ഡ്രസ്സിങ് ഓവറായിട്ട് ഡ്രസ് ചെയ്യാൻ പാടില്ല. ചേച്ചിക്ക് തോന്നുന്നില്ല ഈ വസ്ത്രധാരണ ആക്ച്വലി സുരക്ഷയായിട്ട് ബന്ധമില്ലാന്ന്? കാരണം അവർ ഓരോരുത്തരുടെ മെന്റാലിറ്റി അല്ലേ, ഓരോരുത്തരുടെ മെന്റാലിറ്റി ആണ്. കേരളീയ സ്ത്രീകളെന്ന് വെച്ചാൽ ഒന്നാണ്. കേരളീയ സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണം എന്ന് വെച്ചാൽ സാരിയാണ്. ഞാൻ ഈ കലോത്സവത്തിനല്ല ഈ സ്കൂളിലെ പരിപാടിക്കൊക്കെ ഒറ്റ കുട്ടിയൊക്കെ സാരി കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഈ കല്യാണം കഴിഞ്ഞ കൊച്ചിന് കല്യാണത്തിന് അന്ന് ബ്യൂട്ടീഷ്യനാണ് സാരി കൊടുത്തു കൊടുക്കണം. തിരിച്ച് അതിന് രണ്ടാമത് സാരി കൊടുക്കാൻ ഇടുന്നത് കണ്ട്
പീഡിപ്പിക്കുന്ന ആൾക്കാരാണേലും അവര് അങ്ങനെ എന്തിന് ചെറിയ തോന്നിപ്പിക്കുന്ന വസ്ത്രങ്ങള്? അവരുടെ മനസ്സല്ലേ ആക്ച്വലി. അവരുടെ മനസ്സ് കാരണമല്ലേ അവരങ്ങനെ ചെയ്തു പോകുന്നത്, അല്ലാതെ ആ വസ്ത്രം കാരണമാണെന്ന് പറയാൻ പറ്റും. വസ്ത്രം അതിനാണ് കാരണമാണ്. വസ്ത്രം അങ്ങും കിടക്കാത്ത വസ്ത്രം ഇടുമ്പോഴല്ലേ അവർ കാണുന്നത്, അപ്പോഴല്ലേ അവർക്കത് ഒരു ഇത് ഇൻട്രസ്റ്റ് തോന്നുന്നത്. അത് ഓരോരുത്തർ സ്റ്റൈലല്ലേ, ഒപ്പീനിയൻ ആണ്. ഡസന്റ് മാറ്റർ. അവരവരെ ഇഷ്ടമാണ്, അവർക്ക് എങ്ങനെ ഡ്രസ്സിങ് ചെയ്യണം അങ്ങനെ ചെയ്യണം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് അങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇടണം അങ്ങനെ പറയാൻ റൈറ്റ് ഇല്ല. ഇതാണ് ജനങ്ങളുടെ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് താഴെ കമന്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് പൂജ സൈനിങ് ഓഫ്.